ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഗുരുതര പരാമർശങ്ങളുമായി ഹൈക്കോടതി ഉത്തരവ്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച ഉത്തരവിലാണ് അന്നത്തെ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പരാമർശങ്ങളുള്ളത്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പൊട്ടിക്ക് കൈമാറിയപ്പോൾ ചെമ്പ് എന്ന് മനഃപൂർവ്വം രേഖപ്പെടുത്തിയത് അസ്വാഭാവികമെന്ന് കോടതി. ദേവസ്വം മാനുവലിന്റെ ലംഘനമാണ് നടന്നത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. 2019 ദ്വാരപാലക ശില്പത്തിന്റെ ഫോട്ടോയുമായി നിലവിലെ ദ്വാരപാലക പാളി താരതമ്യം ചെയ്യാൻ കോടതി അനുമതി നൽകി. സ്ട്രോങ് റൂം തുറന്നു പരിശോധന നടത്താം. 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതി റിപ്പോർട്ട് നൽകണം. വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് വിപിൻ, അങ്ങേറ്റം ഗുരുതരമായ പരാമർശങ്ങളാണ് ഈ ഉത്തരവിലുള്ളത്. 2019 ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലാണ്, അല്ലെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രതിക്കൂട്ടിലാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ നിരവധി ചോദ്യങ്ങൾ 2019 ആ പ്രസിഡന്റിനെതിരെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഉത്തരവ് പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ കോടതിക്ക് ഇതിൽ നടന്ന ക്രമക്കേട്, വഴിവിട്ട ഇടപാടുകൾ അത് മുഴുവൻ ബോധ്യപ്പെട്ടു എന്ന് ഈ ഉത്തരവിൽ അത് വായിക്കുമ്പോൾ തന്നെ നമുക്കും മനസ്സിലാവുന്നുണ്ട്, അല്ലേ വിപിൻ? അതേ വിജയകുമാർ, അസ്വാഭാവികത അതല്ലെങ്കിൽ വിചിത്രം എന്നുള്ളതാണ് ഹൈക്കോടതി ഈ ഒരു റിപ്പോർട്ടിന്റെ മുകളിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഒരു നിരീക്ഷണമുള്ളത്. ഇതിൽ ആദ്യം മുതൽ തന്നെ, അതായത് 1999 ഇതിൽ സ്വർണം പൂശിയത് തന്നെ എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. അതിനുശേഷം ഇത് 2019 മഹസറിലേക്ക് വരുമ്പോഴേക്കും അത് ചെമ്പ് പാളി എന്നുള്ളതാണ്. ഈ ചെമ്പ് പാളി പിന്നീട് അത് ഈ സ്മാർട്ട് ക്രിയേഷനിലേക്ക് എത്തിയപ്പോഴേക്കും അതിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെമ്പ് പാളി മാറ്റിയോ എന്നുള്ളൊരു സംശയം കൂടിയാണ് ഈ ദേവസ്വം വിജിലൻസ് പറയുന്നത്. അതിലാണിപ്പോൾ അസ്വാഭാവികമാണ്, ഒപ്പം തന്നെ ഇതിൽ വിചിത്രവുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ബോധപൂർവമായ വീഴ്ച അതിൽ ദേവസ്വം ജീവനക്കാർക്ക് ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഒപ്പം ദേവസ്വം വിജിലൻസ് പ്രധാനമായും പറയുന്നത് 2025 2019 ഈ ദ്വാരപാലക പാളികളുമായിട്ടുള്ള ചിത്രങ്ങളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവ പരിശോധിക്കാനും ഈ 2019 അതിന് മുൻപുമുള്ള 2 ചിത്രങ്ങൾ കൂടി കൃത്യമായി എടുത്ത് പരിശോധിക്കാനും ഉള്ള ഒരു അനുമതി ദേവസ്വം വിജിലൻസിന് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. ഇനി 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിന്റെ ഒരു അന്വേഷണം നടക്കണം. ഈ വെള്ളിയാഴ്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെയാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ സ്ട്രോങ് റൂം തുറന്ന് അത് പരിശോധന നടത്താം എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയാണ്, അത്തരമൊരു അനുമതി കൂടിയാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന് നൽകിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇതൊരു ഉന്നതതല സംഘത്തെ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ ഉത്തരവിന്റെ ഭാഗമായ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ കോടതി ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പൊട്ടിയെ പറ്റി അറിയില്ല എന്നൊക്കെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതൊന്നുമല്ല വസ്തുത എന്ന് തെളിയിക്കുന്നതാണല്ലോ ആ വിവരങ്ങൾ. അധിക സ്വർണം ഉപയോഗിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന്റെ അനുമതി തേടി ഒരു ഇമെയിൽ അയച്ചിരുന്നു. ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ബാക്കി വന്ന സ്വർണം ഉപയോഗിക്കാൻ അനുവദിക്കണം എന്നാണ് ആ അപേക്ഷയിൽ പറയുന്നത്. സ്വർണ്ണപ്പാളിയുടെ പണി പൂർത്തിയാക്കിയ ശേഷം സ്വർണം ബാക്കി വന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ മെയിലിൽ ദേവസ്വം ബോർഡിനെ അറിയിക്കുന്നത്. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ച ഇമെയിലിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ദേവസ്വം വിജിലൻസിന്റെ ആ റിപ്പോർട്ടിലാണുള്ളത്. വിപിൻ, നോക്കൂ, എത്ര അസ്വാഭാവികമാണ് ഇത്തരം നടപടികൾ. ഇപ്പോൾ ഈ അധികം വരുന്ന സ്വർണം അത് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിനായി വിട്ടു നൽകണമെന്ന് ദേവസ്വം ബോർഡിനോട് ഔദ്യോഗികമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിക്കുന്നു. അതിന് ദേവസ്വം ബോർഡ് എന്ത് മറുപടി പറഞ്ഞു എന്ന് ഈ റിപ്പോർട്ടിൽ നമ്മൾ വായിച്ച ഭാഗത്ത് കാണുന്നില്ല. അത് ഒരുപക്ഷെ അതിൻ്റെ സമ്പൂർണ്ണ വിവരം പുറത്തു വരുമ്പോഴായിരിക്കും ബോർഡ് എന്ത് മറുപടി പറഞ്ഞു എന്നറിയാവുന്നത്. അപ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന് നേരെ ഉയരുന്ന വലിയ ചോദ്യങ്ങളാണ് ഈ ഇമെയിലിലെ പരാമർശങ്ങൾ എന്ന് വ്യക്തമല്ലേ? അതെ, ഇപ്പോൾ എ പത്മകുമാർ ഒരു സംശയ നിഴലിലാണ് എന്നുള്ളത് തന്നെ പറയാം. അന്നത്തെ ദേവസ്വം ബോർഡ് അതിന്റെ ആളുകൾ ഒക്കെ തന്നെ ഒരു സംശയ നിഴലിൽ ആദ്യം മുതൽ തന്നെ ഇതിലൊരു ദുരൂഹത ഉണ്ടായിരുന്നു. അതിലാണിപ്പോൾ കുറച്ചുകൂടി ഒരു ദുരൂഹത കൂട്ടിക്കൊണ്ടുള്ള ഈ റിപ്പോർട്ടിനൊപ്പമുള്ള ഒരു ഇമെയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വർണം അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തു മാറ്റിയതാണോ എന്നുള്ള ഒരു സംശയം കൂടിയാണ് ഉയരുന്നത്. 2019 കൈമാറിയത്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് അത് സ്വർണ്ണപ്പാളി തന്നെയാണ്. 1 കിലോ 56 കിലോഗ്രാം തൂക്കം വരുന്ന സ്വർണം അതിൽ ഉണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 പത്മകുമാറിന് അയച്ച ഇമെയിൽ സന്ദേശം കൂടിയാണ് ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറിയില്ല, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതിനു മുൻപ് കണ്ടിട്ടില്ല തുടങ്ങിയിട്ടുള്ള വാദങ്ങളൊന്നും തന്നെ ഇനി നിലനിൽക്കുന്നതല്ല. കാരണം 2019 ഡിസംബർ 17 തന്നെ ഇതിന് മറുപടി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ ചോദ്യം ഇതാണ്, അതായത് സ്വർണ്ണപ്പാളിയുടെ പണി പൂർത്തിയാക്കിയ ശേഷം സ്വർണം മിച്ചം വന്നുവെന്നും പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ആ സ്വർണം ഉപയോഗിക്കാൻ അനുവദിക്കണമെന്നുള്ള ഒരു അപേക്ഷ അത് കൃത്യമായി അവിടെ
എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെ മറുപടിയായി നൽകിയിട്ടുണ്ട്. ഈ മറുപടി എന്താണെന്ന് നമുക്ക് അറിയില്ല എങ്കിൽ പോലും ഇതിന് ദേവസ്വം സെക്രട്ടറി മറുപടി നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുകയാണ്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഒരു ദുരൂഹത, സംശയമൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 6 ആഴ്ചയ്ക്കുള്ളിൽ കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള, കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇതിൽ നടത്തണമെന്നുള്ളത് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവർക്കൊക്കെ ഇതിൽ എന്താണ് പറയാനുള്ളത്, എ പത്മകുമാറിനടക്കം എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കൂടി ഇതിൽ വളരെ നിർണായകമായിട്ട് ഒരു മൊഴിയായി മാറും. വിജയകുമാർ. വിപിൻ, നമ്മൾ എ പത്മകുമാറിനെ, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഫോണിൽ ബന്ധപ്പെടാൻ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വരേണ്ടതാണ്. ഇന്ന് നോക്കൂ, നമ്മൾ ഈ വാർത്ത രാവിലെ ഇപ്പോൾ ദേവസ്വം ബോർഡ് ഈ പ്രശ്നം നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിയ ഘട്ടത്തിൽ 2019 ബോർഡിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നു ദേവസ്വം മന്ത്രി VN വാസവൻ. നേരത്തെ അതിന് തൊട്ടുമുമ്പ് നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് 2019 കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി പ്രതികരിക്കുന്നത്. അത് എന്നോടല്ല ചോദിക്കേണ്ടത്, ആ ബോർഡിനോടാണ് ചോദിക്കേണ്ടത്, അന്ന് ഞാനല്ലല്ലോ പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ 2019 ബോർഡിന്, അതിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നു എന്ന് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് മനസ്സിലായിട്ടുണ്ട്, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇപ്പോഴത്തെ ദേവസ്വം വിജിലൻസിന് മനസ്സിലായിട്ടുണ്ട്, ഇപ്പോഴിതാ അത് ഹൈക്കോടതിക്ക് കൂടി ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണല്ലോ ഈ ഉത്തരവിൽ ഈ കാര്യങ്ങൾ കോടതി രേഖപ്പെടുത്തുകയും അതിൽ കോടതി തന്നെ അത്ഭുതപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ക്രമവിരുദ്ധമായ ഇടപെടലുകളുടെ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളുടെ, ദേവസ്വം മാനുവൽ പാടെ ലംഘിച്ച് നടത്തിയ ഇടപെടലുകളുടെ മുഴുവൻ വിവരങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരുപക്ഷെ ഒരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമായിരിക്കാം. ഇനിയും ഈ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അതിൻ്റെ ബാക്കി കണ്ടെത്താൻ പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇതിൽ ആദ്യം മുതൽ തന്നെ ഇതിലൊരു ദുരൂഹത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അന്വേഷണം ഏത് രീതിക്ക് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അത് ദേവസ്വം വിജിലൻസ് മാത്രം നടത്തിയാൽ മതിയോ എന്നുള്ളത് പല കോണിൽ നിന്നും ഒരു ചോദ്യമായി തന്നെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇതിൽ ഹൈക്കോടതിയുടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരുണ്ടാകണം എന്നതടക്കം ഹൈക്കോടതി പറയുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. അതിലൊരു അന്വേഷണം നടക്കാനിരിക്കെയാണ് ഇപ്പോൾ വിജിലൻസിന്റെ അന്വേഷണത്തിൽ കൂടി, ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കൂടി ഒരു 6 ആഴ്ചയ്ക്ക് കുറച്ചുകൂടി വ്യക്തമായി സ്ട്രോങ് റൂം തുറന്നുള്ള ഒരു പരിശോധന കൂടി ഇതിൽ നടത്തണമെന്നുള്ളത് കോടതി നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെയൊക്കെ ഒരു സംസാരത്തിൽ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ആകട്ടെ, അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഇവരുടെയൊക്കെ സംസാരത്തിൽ തന്നെ ഒരു മാറ്റം വരുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ശരീരഭാഷയിൽ തന്നെ നമുക്ക് പലപ്പോഴും ഇപ്പോഴൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ചോദിക്കുമ്പോൾ തനിക്ക് അതിൽ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞതെങ്കിൽ ഇപ്പോൾ അവർക്ക് അയച്ച കത്തിന്റെ വിവരങ്ങളടക്കം പുറത്തേക്ക് വരുന്നു. അങ്ങനെ കൂടുതൽ ദുരൂഹത വരികയോ കൂടുതൽ വിവരങ്ങൾ കുറച്ചുകൂടി തെളിമയോടെ വരികയോ ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇതിൽ പ്രത്യേക ഉന്നതതല അന്വേഷണവും ഒപ്പം തന്നെ ഈ ഒരു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കുറച്ചുകൂടി സമയം കൂട്ടിക്കൊടുക്കുകയും കൂടി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതി. ശരി വിപിൻ, ഏതായാലും നമ്മൾ എ പത്മകുമാറുമായി ബന്ധപ്പെടാൻ ഒരു ശ്രമം നടത്തിയിരുന്നു, പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തില്ല. എന്താണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ നൽകാനുള്ള മറുപടി എന്നറിയേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തിൻ്റെ ഒക്കെ മുന്നിലെത്തും എന്നതിൽ തർക്കമൊന്നും വേണ്ട. അത് ഇതിൽ ഉയരുന്ന ചോദ്യങ്ങൾ, ഈ ഇമെയിൽ അയക്കാനിടയായ സാഹചര്യം, അതിന് കൊടുത്ത മറുപടി, അതിലെന്ത് തീരുമാനം ബോർഡ് എടുത്തു, അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കാണ് അന്നത്തെ ബോർഡിലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഒക്കെ മറുപടി പറയേണ്ടി വരുന്നത് എന്നീ ഹൈക്കോടതി ഉത്തരവ് പുറത്തു വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിൽ പല കാര്യങ്ങളും ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ അന്വേഷണത്തിലും 2019 ബോർഡിന്റെ ഈ ഇടപെടൽ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.